നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടിയേരി കുടുംബത്തെ ചേർത്ത് നിർത്തിയത് ഉമ്മൻചാണ്ടിയാണ്. പ്രതിസന്ധികളിൽ അദ്ദേഹം കൂടെ നിന്നു. ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചാശ്വസിപ്പിച്ച ഒരേ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് പിണറായി വിജയന്റെയും കൂട്ടരുടെയും നെഞ്ചത്തിട്ട് പൊട്ടിച്ചാണ് ബിനീഷ് പറഞ്ഞിരിക്കുന്നത്. ബിനീഷിന്റെ ഈ പ്രസ്താവനകൾ പുറത്തു വന്നതോടെ പാർട്ടി ഇളകിയിരിക്കുകയാണ്. കോടിയേരി മരിച്ചതിന് ശേഷം കോടിയേരി കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കാത്ത CPM-ന് നേരെ ഇതിലും വലിയ മറുപടിയൊന്നും ബിനീഷ് കൊടുക്കാനില്ല. ഇനിയിപ്പോൾ പാർട്ടി വട്ടം കൂടിയിരുന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കും, ചർച്ചകൾ നടത്തും. പിന്നീട് വേണമെങ്കിൽ ബിനീഷിനെ പാർട്ടി കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇനി നടത്തരുത് എന്ന് പറഞ്ഞേക്കാം. കാരണം നമുക്ക് തന്നെ അറിയാം, മുൻപ് വിനോദിനി കോടിയേരി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പാർട്ടിക്ക് പൊള്ളി. ആ പൊള്ളലിന്റെ ചൂട് മാറും മുൻപ് വിനോദിനിയെ താക്കീത് ചെയ്ത ആൾക്കാരാണ് ഈ CPM-ലുള്ളത്. ആ വിഷയം കേരളം മറന്നിട്ടുണ്ടാകില്ല. കാരണം കോടിയേരി മരിച്ച സമയത്ത് അദ്ദേഹത്തെ തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന് ഞാനും എൻ്റെ മക്കളും പാർട്ടിയോടും MV ഗോവിന്ദനോടും കേണപേക്ഷിച്ചു എന്ന് വിനോദിനി കോടിയേരി പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി അത് കേട്ടില്ല എന്നും തന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ പൊതുദർശനത്തിന് വെച്ചില്ല എന്നും വളരെ വേദനയോടെയായിരുന്നു വിനോദിനി കോടിയേരി അന്ന് പറഞ്ഞത്. ഇത് പിന്നീട് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. പിണറായി വിജയൻ ചർച്ച ചെയ്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് വെക്കാതിരുന്നതെന്ന വാദങ്ങൾ വരെ വന്നു. അതായത് കോടിയേരിക്ക് ഏറെ പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. കണ്ണൂരുകാരനായിരുന്നുവെങ്കിലും തിരുവനന്തപുരമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം. പിണറായി വിജയനേക്കാൾ വലിയ സ്വാധീനം തിരുവനന്തപുരത്ത് കോടിയേരിക്കുണ്ട്. അങ്ങനെ കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് വെക്കുമ്പോൾ അത് വലിയ ജനസാഗരം ഇളകുമെന്നും ഒക്കെ പിണറായിക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നെറികേട് സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്ന സ്വന്തം സഹപ്രവർത്തകനോട് പോലും പിണറായി വിജയൻ കാണിച്ചത്. ഇത് മാത്രമല്ല, വിദേശത്ത് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴായിരുന്നല്ലോ കോടിയേരി മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദേശയാത്ര മുടങ്ങാതിരിക്കാനാണ് പിണറായി പൊടുന്നനെ കോടിയേരിയുടെ മൃതദേഹം അങ്ങ് കണ്ണൂരേക്ക് എത്തിച്ചതെന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതായത് കോടിയേരി പക്ഷക്കാർ വലിയ രീതിയിൽ ഇളകി CPM-ന് നേരെ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു വിഷയം വിനോദിനി കോടിയേരി പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വിനോദിനിയെ താക്കീത് ചെയ്യുന്നത്, ഇനി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകരുതെന്ന്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ബിനീഷ് രംഗത്ത് വരികയും അമ്മ ആകെ വിഷമത്തിൽ തകർന്നിരിക്കുകയാണ്, ആ ഒരു സമയത്ത് അമ്മയുടെ വായിൽ നിന്ന് അറിയാതെ വന്ന വാക്കുകളാണെന്നും ഇത് ചർച്ചയാക്കരുതെന്നും ഒക്കെ ബിനീഷ് പിന്നീട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എന്തായാലും ആ വിഷയമൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. പിന്നീട് കോടിയേരി കുടുംബത്തോട് ഈ പാർട്ടി എന്താണ് കാണിച്ചത്? പല രീതിയിൽ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ കോടിയേരിയെ അടിച്ചമർത്തുകയും വെട്ടിനിരത്തുകയും ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളിൽ കിടന്ന് പുകയുകയാണല്ലോ വിനോദിനിക്കും മക്കൾക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരത്തിലൊക്കെ ഇവർ പാർട്ടിക്കിട്ട് താങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോൾ മനസ്സ് നീറിക്കൊണ്ട് ബിനീഷ് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയും ഒപ്പം തനിക്കും കുടുംബത്തിനും നേരെ ഉണ്ടായ, അല്ലെങ്കിൽ കോടിയേരിക്കും കുടുംബത്തിനും നേരെ CPM-ൽ നിന്നുണ്ടായ തള്ളിപ്പറയലുകൾ വ്യക്തമാക്കുകയും കൂടിയാണ് പുതുപ്പള്ളി പള്ളിയിൽ ചെന്ന് നിന്ന് ബിനീഷ് പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടി തന്നെയാണ് കരുത്തുറ്റ നേതാവെന്നും ഉമ്മൻചാണ്ടിയാണ് നല്ല മനുഷ്യനെന്നും ഉമ്മൻചാണ്ടിയാണ് വിശുദ്ധനെന്നും പറയാതെ പറയുകയായിരുന്നു ബിനീഷ് കോടിയേരി. ഒരുപക്ഷെ കോടിയേരിയുടെ വാക്കുകൾ തന്നെയാണ് ബിനീഷിലൂടെ പുറത്തേക്ക് വന്നത്. അവസാന കാലത്ത് കോടിയേരിയും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നല്ലോ. പാർട്ടിക്ക് വേണ്ടി മക്കളെ തള്ളിപ്പറയേണ്ടി വന്നു, മക്കളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലെല്ലാം ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ്. എന്നാൽ ഒടുവിൽ തനിക്ക് കിട്ടിയത് എന്താണ്? അവഗണന മാത്രമാണെന്ന് കോടിയേരിക്കും വ്യക്തമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ബിനീഷിൽ നിന്ന് വന്ന വാക്കുകൾ ഇത് ബിനീഷ് കോടിയേരിയുടേതല്ല, കോടിയേരി ബാലകൃഷ്ണന്റേത് തന്നെയാണെന്ന് ചർച്ചകൾ വരുന്നത്. ബിനീഷ് നല്ല ഒന്നാം തരം അടിയാണ് CPM-ന് ഇട്ടുകൊടുത്തത്.